നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. അങ്ങനെ കെ സുധാകരൻ്റെ വിരട്ടലിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് പത്തിമടക്കി. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും തൽക്കാലത്തേക്ക് സുധാകരനെ മാറ്റണ്ട എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം. തന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ കണ്ണൂർ MP സ്ഥാനമടക്കം രാജിവെക്കുമെന്നുള്ള കെ സുധാകരൻ്റെ ഭീഷണിയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് മൂക്കും കുത്തി വീഴുകയായിരുന്നു. കെ സുധാകരനെ പോലെ ഒരാളെ പിണക്കിക്കൊണ്ട് കേരളത്തിൽ കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അബദ്ധമാണെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം മനസ്സിലാക്കി. ഇതോടെയാണ് സുധാകരനെ നീക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് തൽക്കാലത്തേക്ക് ഉപേക്ഷിച്ചത്. കെ സുധാകരനെ വച്ചുകൊണ്ട് തനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും സുധാകരനെ മാറ്റിയേ തീരുമെന്നുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ നിർബന്ധമാണ് ഹൈക്കമാൻഡിനെ ഈ വിധത്തിലൊന്ന് ചിന്തിപ്പിച്ചത്. സുധാകരനെ മാറ്റാനുള്ള നീക്കങ്ങളുമായി ദീപാദാസ് മുൻഷി കേരളത്തിലെത്തി വിവിധ നേതാക്കളെ കണ്ടിരുന്നു. എന്നാൽ സീനിയർ നേതാക്കളെല്ലാവരും തന്നെ സുധാകരനെ മാറ്റുന്നതിന് എതിരായിരുന്നു. VD സതീശൻ പറയുന്നത് കേട്ട് സുധാകരനെ മാറ്റിയാൽ പിന്നെ KPCCയെ നയിക്കാൻ പറ്റിയ ആളെ കണ്ടെത്തുക ബുദ്ധിമുട്ടാണെന്നും ഇപ്പോൾ ഹൈക്കമാൻഡിൻ്റെ കയ്യിലുള്ള പേരുകളൊന്നും കേരളത്തിൽ KPCC അല്ലെങ്കിൽ കോൺഗ്രസിനെ നയിക്കാൻ പര്യാപ്തമായ കഴിവുള്ള പേരുകൾ അല്ല എന്നുമാണ് സീനിയർ നേതാക്കൾ പലരും AICCയിലെ കേരളത്തിലെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയെ അറിയിച്ചത്. മാത്രമല്ല, സുധാകരനെ കണ്ടപ്പോൾ തന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ VD സതീശനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്നും മാറ്റണമെന്നും തങ്ങൾ രണ്ടുപേരും ഒരു പാക്കേജിൻ്റെ അടിസ്ഥാനത്തിൽ വന്നവരാണെന്നും സുധാകരൻ ഉറപ്പിച്ചു പറഞ്ഞു. ഇനി തന്നെ മാത്രം മാറ്റാനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കണ്ണൂർ MP സ്ഥാനം താൻ രാജിവെക്കുമെന്നും സുധാകരൻ ഭീഷണിപ്പെടുത്തി. ഇതോടെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഒരു പുനർവിചിന്തനം ഉണ്ടായത്. സുധാകരനെ മാറ്റുകയും അദ്ദേഹം കടും കൈകൾ പ്രയോഗിക്കുകയും ചെയ്താൽ കേരളത്തിലെ കോൺഗ്രസിന് അത് വലിയ തിരിച്ചടിയായി മാറും. പ്രത്യേകിച്ച് കണ്ണൂർ MP സ്ഥാനം സുധാകരൻ രാജിവെച്ചാൽ പറ്റിയ ഒരാളെ കണ്ടെത്തി അവിടെ മത്സരിപ്പിച്ച് ജയിപ്പിക്കുക എന്നത് കോൺഗ്രസിന് ഇപ്പോൾ ചിന്തിക്കാൻ പോലും കഴിയുന്ന സാഹചര്യമല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ സുധാകരൻ പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യും എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ മാറ്റി പുലിവാലി പിടിക്കണോ എന്നുള്ള സംശയം കോൺഗ്രസ് ഹൈക്കമാൻഡിനും ഉണ്ടായി. ഇതോടെ KC വേണുഗോപാലിനോട് ഇതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് ആവശ്യപ്പെടുകയായിരുന്നു. KC വേണുഗോപാലാകട്ടെ സുധാകരനെ നിലവിൽ മാറ്റേണ്ട യാതൊരു ആവശ്യമില്ലെന്നും അദ്ദേഹവും VD സതീശനും തൽക്കാലം തുടരട്ടെ എന്നുള്ള നിലപാടാണ് കൈക്കൊണ്ടത്. രമേശ് ചെന്നിത്തലയെ പോലുള്ള സീനിയർ നേതാക്കളും KPCCയിലെ ഏതാണ്ട് ഭൂരിഭാഗം ഭാരവാഹികളും കെ സുധാകരനെ മാറ്റുന്നത് അപകടമാണെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്തി. കാരണം സുധാകരൻ ഏതറ്റം വരെയും പോകാൻ കഴിയുന്ന ഒരാളാണ്. CPM പിണറായി വിരുദ്ധ പ്രതിച്ഛായ നന്നായുള്ള നേതാവാണ്. സുധാകരനെങ്ങാൻ കണ്ണൂർ MP സ്ഥാനം രാജിവെച്ചാൽ പിന്നെ കോൺഗ്രസിന് തലയി ഉയർത്തി നടക്കാൻ കേരളത്തിൽ കഴിയില്ല എന്നും ഈ നേതാക്കൾ ദീപാദാസ് മുൻഷിയോടും AICC നേതാക്കളോടും പറഞ്ഞു. ഇതോടെയാണ് സുധാകരനെ മാറ്റണം എന്നുള്ള ആവശ്യം പതിയെ പിൻവലിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചത്. ഇത് VD സതീശനെ അറിയിക്കുകയും ചെയ്തു. ആദ്യമൊന്നും സതീശൻ വഴങ്ങിയില്ല. പക്ഷേ വഴങ്ങിയേ പറ്റൂ എന്നും കെ സുധാകരൻ തൽസ്ഥാനത്ത് തുടരുമെന്നും സുധാകരനുമായി യോജിച്ചു പോകണമെന്നും കർശന നിർദ്ദേശം ഹൈക്കമാൻഡ് VD സതീശന് നൽകിയതോടെ അദ്ദേഹവും പതിയെ തല പിൻവലിച്ചു. അതോടെ കെ സുധാകരനെ മാറ്റേണ്ടെന്നുള്ള തീരുമാനമായി. കേരളത്തിലെ കോൺഗ്രസിൽ നേതൃമാറ്റം അത്ര എളുപ്പമല്ലെന്ന് ആദ്യം മുതലേ AICC നേതാക്കളെ പലരും അറിയിച്ചിരുന്നു. പ്രത്യേകിച്ച് AK ആന്റണിയെ പോലൊരാൾ. AK ആന്റണി സുധാകരനെ മാറ്റുന്നതിൽ 100% എതിരായിരുന്നു. AK ആന്റണി മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയെയും വിളിച്ച് ഈ വിഷയം പറയുകയും ചെയ്തു. ഇതോടെയാണ് കെ സുധാകരനെ മാറ്റണ്ട എന്ന് ഹൈക്കമാൻഡ് ഉറപ്പിച്ചത്. ഏതായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും കെ സുധാകരൻ ഇപ്പോൾ KPCC അധ്യക്ഷ സ്ഥാനത്ത് തുടരുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. VD സതീശനാകട്ടെ വലിയൊരു പരാജയം ഏറ്റുവാങ്ങിയ നാണക്കേടിലുമാണ്.